അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെളിച്ചം ഖുർആൻ അന്താരാഷ്ട്ര പഠന പദ്ധതിയുടെ 22ാം ഘട്ട പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നതിന് മുഖ്യ പരീക്ഷാ കൺട്രോളർ TP ഹുസൈൻ കോയ മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, കേരളത്തിലും വിദേശ നാടുകളിലുമായി ധാരാളം പേർ പങ്കെടുക്കുന്ന വെളിച്ചം ഖുർആൻ അന്താരാഷ്ട്ര പഠന പദ്ധതിയുടെ 22ാം ഘട്ടത്തിൻ്റെയും അതോടനുബന്ധിച്ച് നടത്തുന്ന 17ാം ഘട്ടം ബാലവെളിച്ചത്തിൻ്റെയും പരീക്ഷാഫലം പ്രഖ്യാപിക്കുകയാണ്. വെളിച്ചം 22ാം ഘട്ടത്തിൽ 15,100 ആളുകളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 1,510 പേർക്ക് 100% മാർക്ക് ലഭിക്കുകയുണ്ടായി. ബാലവെളിച്ചം 17ാം ഘട്ട പരീക്ഷയിൽ 4,500 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 72 പേർക്കാണ് 100% മാർക്ക് ലഭിച്ചത്. ഇതോടൊപ്പം സംഘടിപ്പിച്ച സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾക്കുള്ള വെളിച്ചം പരീക്ഷയിൽ 51 പേർ പങ്കെടുക്കുകയും 12 പേർക്ക് 100% മാർക്ക് ലഭിക്കുകയും ചെയ്തു. കാഴ്ച പരിമിതർക്ക് വേണ്ടി ലൈറ്റ് ഓഫ് ലൈറ്റ് എന്ന പേരിൽ നടത്തിയ പരീക്ഷയിൽ 13 പേർ പങ്കെടുക്കുകയും അതിൽ 9 പേർക്ക് 65% മുതൽ 99% വരെ മാർക്ക് ലഭിക്കുകയും ചെയ്തു. ഈ പരീക്ഷയിൽ പങ്കെടുത്തവരെ പൊതുവിലും വിജയം വരിച്ച പഠിതാക്കളെ പ്രത്യേകവും അഭിനന്ദിക്കുകയാണ്. പരീക്ഷാഫലം നാളെ മുതൽ വെളിച്ചം.in എന്ന വെബ്സൈറ്റിലൂടെ ലഭ്യമാകുന്നതാണ്. അതോടൊപ്പം ഈ വരുന്ന ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 4:30 വരെ പാലക്കാട് ജില്ലയിലെ മുഹമ്മദ് ബാഗ് ഇവൻ്റ് സെൻറ്ററിൽ വെച്ച് 22ാം ഘട്ടം വെളിച്ചം സംസ്ഥാന സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. പ്രസ്തുത സംഗമത്തിൽ ജില്ലാതലത്തിൽ ക്വിസ് മത്സരത്തിൽ വിജയികളായ പഠിതാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് മെഗാ ക്വിസ് മത്സരവും ബാലവെളിച്ചം പഠിതാക്കളിൽ നിന്ന് ജില്ലകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഹിഫ്ള് മത്സരവും നടക്കുന്നതാണ്. കൂടാതെ ബാലവെളിച്ചം പരീക്ഷകളിൽ 100% മാർക്ക് ലഭിച്ച പഠിതാക്കളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് ക്യാഷ് അവാർഡും വിതരണം ചെയ്യുന്നതാണ്. എല്ലാ പഠിതാക്കളെയും സഹോദരന്മാരെയും ഈ വെളിച്ചം സംഗമത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.